ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു 2 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിലായിട്ട് ഇതുപോലെ 3 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ വരെ നമ്മൾ ഈ ഒരു ലൈന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ നിന്നായിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് മാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നെക്കിൻ്റെ വെടുത്തായിട്ട് 3 ഇഞ്ചസും ഷോൾഡറായിട്ട് 3 ഇഞ്ചസും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് 8 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. 16 ഇഞ്ചസ് ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ചെസ്റ്റ് റൗണ്ട് 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ട് ആയിട്ട് 9 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലായിട്ട് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 36 ഇഞ്ചാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുക്കുന്നത്. ബോട്ടം വെടുത്തായിട്ട് 12 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ഭാഗത്തും ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലായിട്ടൊരു 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ വരെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് സ്ലീവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്നായിട്ട് 8 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി സ്ലീവ് റൗണ്ടായിട്ട് 10 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഇതുപോലെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എൻഡിൽ നിന്നായിട്ട് വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ലീവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ താഴെ വരെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലായിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 2 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ആയാലും നമ്മുടെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രണ്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു മെറ്റീരിയൽ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെയിം അളവിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. 2 സൈഡും 2 ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ സെയിം വിഡ്ത്തിൽ സെയിം ലെങ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള മറ്റേ പീസും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ സെയിം വിഡ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീസിലായിട്ട് നമ്മൾ ഒരു 10 ഇഞ്ചസ് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ആയിട്ട് 26 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മളിനി ഫ്രില്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇതും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള 2 പീസസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസുകളായിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടും കൂടിയുള്ള പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 10 ഇഞ്ചസ് ആയിരുന്നു മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചസാണ് ഫ്രില്ലിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. കൂടെ നമ്മളൊരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു ഭാഗം ഒന്ന് മെഷർ ചെയ്തിട്ട് ഇതിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ അതിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രില്ലിനായിട്ട് ഈ ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള 2 പീസസ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ഫ്രണ്ട് നെക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 3 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലായിട്ട് ഫ്രില്ലിന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഞാൻ ഫ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് ഫ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ റോങ് സൈഡിലായിട്ട് നമ്മൾ ബാക്ക് പാർട്ടിലായിട്ട് നമ്മൾ 3 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസിലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്രില്ല് വന്ന ഭാഗത്തായിട്ടൊക്കെ നമ്മൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം.
ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ രണ്ട് സൈഡിലും 3 ഇഞ്ചസ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യണ മുന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാൻവാസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്ക് പാർട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ആ ഒരു 3 ഇഞ്ചസ് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് 10 ഇഞ്ചസ് ലെങ്ത്തിൽ ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോങ് സൈഡിൽ നിന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ റൈറ്റ് സൈഡ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു പ്ലീറ്റ് പോലെ വരുന്ന ഭാഗം ഒന്ന് നിവർത്തിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുകയാണ്. രണ്ട് സൈഡിലോട്ടും ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം മാത്രം ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ റൈറ്റ് സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ആ ഒരു പ്ലീറ്റ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ ഷോൾഡർ ടു സ്ലീവ് വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിലായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള 2 പീസസ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലായിട്ട് ഷോൾഡറിൻ്റെ അവിടെ മുതൽ സ്ലീവിൻ്റെ അവിടം വരെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലോട്ടായിട്ട് ഒരു പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തിട്ട് എടുക്കാനാണ്. ഇനി ഇതിലോട്ടായിട്ട് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ സെയിം വിഡ്ത്ത് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതലായിട്ട് എടുക്കേണ്ടത് അതും കൂടെ നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 10 ഇഞ്ചസാണ് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു 7 ഇഞ്ചസ് സ്ലീവ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 3/4 അടുത്ത് വരെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടിയിട്ട് എടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലത്തെ 2 പീസുകളായിട്ട് നമ്മൾ 2 സൈഡിലോട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്ററൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിലും സ്ലീവിനെ നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലായിട്ട് 2 സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ചൊരു വീതിക്കാണ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്. 2 സൈഡും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ഈ ഒരു വിടത്തിലായിട്ടാണ് സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലായിട്ട് ഡ്രസ്സിൻ്റെ 2 സൈഡും സ്ലീവിൻ്റെ അവിടെ മുതൽ ടോപ്പിൻ്റെ എൻഡ് വരെ നമുക്ക് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലായിട്ട് ടോപ്പിൻ്റെ 2 സൈഡുകളിതാ ഇതുപോലെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ടോപ്പിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഫോൾഡ് ചെയ്തിട്ടും കൂടെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് സ്ലീവിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. 12 ഇഞ്ചസ് ലെങ്ത്തും 3 ഇഞ്ചസ് വിഡ്ത്തുമായിട്ട് ഇതുപോലത്തെ 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസിന് ഇതാ ഇതുപോലെ നമുക്ക് റോങ് സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കോൺ ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് റോങ് സൈഡിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തു കൂടെ റൈറ്റ് സൈഡിലോട്ട് ഇതാ ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്കായിട്ട് നമുക്ക് മറ്റേ സ്ട്രാപ്പും കൂടെ റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലോട്ട് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 2 സ്ട്രാപ്പ് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പുകൾ സ്ലീവിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് ഈ ഒരു സെൻട്രലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് സ്ലീവിൻ്റെ ഇവിടെ നിന്നായിട്ടൊരു 3 ഇഞ്ച് ഗ്യാപ്പിലായിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്ലീവിലായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സ്ട്രാപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ ഈ ഒരു സ്ട്രാപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ടുണ്ടാവും. ആ ഒരു സ്റ്റിച്ചിലായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബട്ടൺസ് എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ നമ്മൾ ബട്ടൺസൊക്കെ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിൽ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് റൗണ്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് മെഷർ ചെയ്തെടുത്തപ്പോൾ നമുക്ക് 22 ഇഞ്ചസാണ് നെക്ക് റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലായിട്ട് കോളർ കട്ട് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് എത്രയാണോ നെക്ക് റൗണ്ട് മെഷർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പീസസാണ് കോളർ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മാത്രമായിട്ടൊരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ റോങ് സൈഡിലായിട്ട് ക്യാൻവാസിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ പീസിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ സൈഡുകളൊക്കെ കത്രിക വെച്ചിട്ട് ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് എടുക്കണം. ഇനി ഇതിൽ വന്നിട്ടുള്ള ഈ 2 കോൺ ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലായിട്ട് കോളറിൽ വന്നിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും സെൻറ്ററുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. നല്ല ഭാഗത്തായിട്ട് ഇതുപോലെ കോളറിന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അത് നെക്കിലായിട്ട് കോളറിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. 1.5 ഇഞ്ച് വിടുത്ത് വന്നിട്ടുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ നെക്ക് റൗണ്ടിനേക്കാളും 2 സൈഡിലോട്ടും ഓരോ ഇഞ്ച് എക്സ്ട്രാ വന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നെക്ക് റൗണ്ടിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലാക്കിയിട്ട് ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ ക്രോസ് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ചുറ്റിലായിട്ട് ഇതുപോലെ കുഞ്ഞ് കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് നമ്മൾ എക്സ്ട്രാ എടുത്തത് ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു രീതിക്കായിട്ട് നമ്മൾ ക്രോസ് പീസ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും നമ്മൾ എക്സ്ട്രാ എടുത്തത് ആദ്യം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ കോളർ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രസ്സിലായിട്ട് ഫ്രണ്ടിലും സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ബട്ടൺസൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ജീനിലോട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണിത്. ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടൊരു പാൻറ് ചെയ്തിട്ട് കോഡ് സെറ്റായിട്ട് യൂസ് ആക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.